മധ്യ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അനുദിനം ചൂടുപിടിക്കുകയാണ്. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണം പുരോഗമിക്കുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായ സഖാവ് രവീന്ദ്രനാഥ് മാഷ് നമ്മളെല്ലാം കാണാനും നമ്മുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനുമായിട്ട് ആലുവ മാർക്കറ്റ് സന്ദർശിക്കുകയാണ്. ഏവരും അനുഗ്രഹിക്കണമേ. ആലുവ മാർക്കറ്റിൽ നിന്നാണ് ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിൻ്റെ പര്യടനം രാവിലെ തുടങ്ങിയത്. പച്ചക്കറി മാലയണിയിച്ച് തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ വരവേറ്റു. തുടർന്ന് ചെങ്ങമനാട്, തുരുത്ത്, ശ്രീമൂലനഗരം, ചൂർണിക്കര എന്നിവിടങ്ങളിൽ പര്യടനം നടത്തുകയാണ്. പെരുമ്പാവൂർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ്റെ ഇന്നത്തെ പ്രചരണം. എറണാകുളം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ കളമശ്ശേരി മണ്ഡലത്തിൽ പര്യടനം തുടരുകയാണ്. രാവിലെ കടുങ്ങല്ലൂർ വെസ്റ്റ്, ഈസ്റ്റ് എന്നിവിടങ്ങളിലായിരുന്നു പ്രചരണം. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും ഇന്ന് കളമശ്ശേരി മണ്ഡലത്തിലാണ് പര്യടനം. NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ എറണാകുളം നഗരത്തിൽ പ്രചരണം നടത്തുന്നു. തൃശൂർ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിൻ്റെ 4ാം ഘട്ട പര്യടനം ഇന്ന് നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ്റെ പര്യടനം പറപ്പൂക്കര, നെന്മണിക്കര, പാവറട്ടി എന്നീ പ്രദേശങ്ങളിലാണ്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചരണവും പുരോഗമിക്കുന്നു. ആലപ്പുഴയിൽ AM ആരിഫ് MP ഹരിപ്പാട് മണ്ഡലത്തിലാണ് പരിപാടി. ആയാമ്പറമ്പ് തെക്കേക്കരയിൽ നിന്നും രാവിലെ പ്രചരണം ആരംഭിച്ചു. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണം കായംകുളം മേഖലയിലാണ്. മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ ചെങ്ങന്നൂർ മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പത്തനാപുരം മണ്ഡലത്തിലും പ്രചരണം നടത്തുന്നു. കോട്ടയം LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ വൈക്കം നിയോജക മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥി K ഫ്രാൻസിസ് ജോർജ് ഏറ്റുമാനൂർ നിയോജക മണ്ഡല പരിധിയിലും പര്യടനം നടത്തുകയാണ്. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി രാവിലെ BJP ഓഫീസിൽ കമ്മിറ്റിയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.